ഹായ് ഓൾ. സെക്രട്ടേറിയറ്റ് OA പോലുള്ള കുറേ 10th ലെവൽ പ്രിലിംസിൻ്റെ കൺഫർമേഷനൊക്കെ എത്താറായി നമ്മളിലേക്ക്. അതായത് വന്നു തുടങ്ങി, ഇതിൻ്റെ ഒന്നും വന്നിട്ടില്ല, ഉടനെ തന്നെ നമുക്ക് കൺഫർമേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഡിസംബർ മാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പ്രിലിംസ് എക്സാമിനായിട്ട് നമ്മൾ തയ്യാറാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ചിലവർക്കെങ്കിലും ഈ തയ്യാറാകുന്നതിൽ ഒരു 50% ആളുകളെങ്കിലും നിരാശയിലാണ്. വേറൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ചു പോയ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല. ചിലവർക്ക് LDC എക്സാം അല്ലെങ്കിൽ LPUP വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ നടത്തി എക്സാം വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നെഗറ്റീവാണ്. അതിന് മാത്രമല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ല റിലേറ്റീവ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നു. അതായത് PUSC എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, വെറുതെ ടൈം കളയുക. സോ അവർ പറഞ്ഞ അഭിപ്രായങ്ങളും എല്ലാം ശരിയായിട്ടും വന്നു. നമ്മൾ ആകെ നിരാശയിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ 2 സീക്രട്ട് നിങ്ങളോട് പറയാം. PSC നമുക്ക് വിജയിക്കണമെങ്കിൽ 2 സീക്രട്ട് ഉണ്ട്. ഒന്ന്, നമ്മൾ തൽക്കാലം പഠിക്കുക എന്നുള്ള കാര്യം മറ്റൊരാളോട് പറയാതിരിക്കുക. കാരണം വാക്കുകൾക്ക് നമ്മുടെ മനസ്സിനെ തളർത്താനും ഉയർത്താനും ഉള്ള കഴിവുണ്ട്. അപ്പം നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് LDC പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഇനി അടുത്ത ഇതാണെന്ന് നമ്മൾ ഒരാളോട് പറയുമ്പോൾ ചില ആളുകൾ പറയും വിട്ടേക്ക്, നമുക്ക് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ഇത്രയും നാളും അവിടെ ഇട്ട എഫേർട്ട് അത് വേസ്റ്റായി. അതിന് പകരം സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നോക്കണ്ട, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റ് OA, പിന്നെ അതുപോലെ കുറേ പോസ്റ്റുകളുണ്ട് അതിനകത്തില്ല, നമ്മുടെ ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫുൾ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. അപ്പം നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് OA അല്ലെങ്കിൽ നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെയാണ് നിങ്ങൾക്കൊരു സെക്രട്ടേറിയറ്റ് OA ആയിട്ട് ജോലി കിട്ടിയാൽ, അതായത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ആ റാങ്ക് ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് അത്യാവശ്യം ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റാണിത്. അപ്പം ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10th ആയിരുന്നു. അപ്പം നിങ്ങൾ 10th യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 1 അല്ലെങ്കിൽ ക്ലറിക്കൽ അസിസ്റ്റൻറ്റ് ഈ പോസ്റ്റിലേക്കൊക്കെ പ്രൊമോഷൻ ആവും. അതല്ല, നിങ്ങൾക്ക് ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ പെട്ടെന്നൊന്നുമല്ല, നമ്മുടെ സീനിയോറിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരെ എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് OA. അതായത് നമ്മൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോവുക. അപ്പോൾ ഇപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വ്യക്തമായ രീതിയിലൊരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പ്രിലിംസ് എക്സാം നമുക്ക് ഡിസംബർ മാസത്തോടു കൂടി തന്നെ പ്രിലിമിനറി എക്സാം പ്രതീക്ഷിക്കാം. അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയത്ത് നമുക്ക് മെയിൻസിൻ്റെ എക്സാമും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ PSC 2 ഘട്ട എക്സാമുകളൊക്കെ എടുത്തു മാറ്റി, പിന്നെ പക്ഷേ ഇവിടെ 2 ഘട്ട എക്സാമുകളാണ്. ഇത് കുറച്ച് പോസ്റ്റുകളിലേക്ക് ഒരുമിച്ചാണ് പ്രിലിംസ് നടത്തുന്നത്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന 10th ലെവലുള്ള ഒരു എക്സാം, ഇതിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നാളെയോ ഇന്നോ ഒന്ന് നിങ്ങൾ ജോലി കയറി പെട്ടെന്നൊന്നും പ്രൊമോഷൻ ഇല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് സർവീസിൽ തന്നെ പ്രൊമോഷൻ സാധ്യതയും ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്കിതിന് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ഇതിന് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഇത് പഠിക്കുന്നതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം ഡിഗ്രി ലെവലിലൊരു എക്സാം നിങ്ങൾ എഴുതുവാണെങ്കിൽ അതിന് കുറേ ഡിഗ്രി ലെവലുള്ള +2 ലെവലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഡിഗ്രി ലെവലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അരിച്ച് കലക്കി നമ്മൾ കുടിച്ചിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. ഇതെന്ന് പറയുന്നത് ഡിഗ്രി നിലവാരത്തിലൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല, മേ ബി ചിലപ്പോൾ +2 തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ SCRT ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ പഠിക്കണം. ഇപ്പോൾ പോയി LDCയിൽ പറ്റിയതാ, ചില സ്റ്റേജുകളിലൊക്കെ പക്ക സയൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക് കോപ്പി പേസ്റ്റ് കൊടുത്തു. നമ്മൾ പഴയ ഒരു റാങ്ക് ഫയലും പഴയ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ പഠിച്ചിട്ട് എക്സാമിന് പോയി. നമുക്കത് വേണ്ട രീതിയിൽ അവിടെ പ്രിപ്പറേഷൻ നമ്മുടെ മോശമായതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത്. അതിന് PSCയോ അല്ലെങ്കിൽ മറ്റു
നമ്മുടെ സിറ്റുവേഷനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. PSC ട്രെൻഡുകൾ മാറ്റി, കുറച്ച് നാളുകളായിട്ട് PSC ട്രെൻഡ് മാറ്റിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ ട്രെൻഡിലും PSCയിൽ എഴുതി ജോലി കിട്ടുന്നവരില്ലേ, നല്ല റാങ്കുകളിൽ എത്തുന്നവരില്ലേ? സോ അവരെന്താ ചെയ്യുന്നത്? PSCയെ ബ്ലെയിം ചെയ്യാതെ, നമ്മൾ പറയില്ലേ കാലത്തിനൊത്ത മാറ്റം, അങ്ങനെ ഓടുന്നവർക്ക് മാത്രമല്ലേ ഇന്നത്തെ സമൂഹത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളും അങ്ങോട്ട് ഓടുക. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് OA അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങളൊരു ഓട്ടക്കാരനായിരുന്നു. ഓട്ടക്കാരൻ തുടങ്ങിയത് നല്ല സ്പീഡിലാണ്. ഇപ്പം നമ്മുടെ ഓട്ടം അവസാനിക്കുക ഡിസംബറിലാണ്. ഒരു ഓട്ടേ അവസാനിക്കുന്നുള്ളൂ. ഈ ഡിസംബറിൽ നമ്മൾ ഓട്ടമൊക്കെ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പുതിയ ഓട്ടം തുടങ്ങണം. അപ്പോൾ ഈ ഓട്ടം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മാത്രമല്ല നമുക്ക് സ്പിരിറ്റ് വേണ്ടത്, അത് കറക്റ്റായിട്ട് ആ ഓർഡറിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം എന്താണ് അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഡിസംബർ മാസത്തോടു കൂടി പ്രിലിംസ് നടന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മെയിൻസ് എപ്പോൾ നടക്കാം? ഏപ്രിൽ മെയ് ആ ഒരു മാസത്തോടു കൂടി മെയിൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ LD-നെയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പോയവർക്ക് അങ്ങനെ ആവാതിരിക്കട്ടെ. നിങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മീൻസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ കയറട്ടെ. അപ്പം ഇനി അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇല്ല, അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്നൊക്കെ തോന്നുന്നവർ, ഇനി അടുത്ത ഒരു നമ്മുടെ മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് OA പോലുള്ള 10th പ്രിലിംസ് ആണ്. അതിനായിട്ട് പഠിക്കുക. അപ്പോൾ 10 പ്രിലിംസിൻ്റെ സിലബസ് താരതമ്യേന കുറച്ച് ചെറിയ സിലബസ്, അപ്പോൾ അത് വെച്ചും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തീരും കേട്ടോ. പക്ഷെ നമ്മൾ മെയിൻസിനെ കൂടെ ബേസ് ചെയ്തിട്ട് കോമൺ ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കുക. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ അഡ 24/7 മലയാളവും ഒരു 10th പ്രിലിംസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവ് സെയിം ടൈം റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സിൻ്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ എക്സാംസ് ഉണ്ട്, മെൻറ്റർ സപ്പോർട്ട്, ഈ ബുക്കും ടെസ്റ്റ് സീരീസും ഒക്കെ 10th പ്രിലിംസിൻ്റെ ക്രാഷ് ബാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അതല്ല, നമ്മുടെ അട നടത്തുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് മെഗാ പാക്ക്. അതായത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് 5858 രൂപയ്ക്ക് ഈ മെഗാ പാക്ക് പർച്ചേസ് ചെയ്ത് അടയുടെ പ്ലാറ്റ്ഫോമിലെ എല്ലാ കോഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ 10:30 ഈ 10th പ്രിലിംസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സെഷൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. ദെൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് നേരെ ചെല്ലേണ്ടത് ഗൂഗിളിൽ നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ അഡ 24/7 മലയാളം കൊടുക്കാം. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ കുറേ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങൾ 10th പ്രിലിംസ് ബാച്ചാണ്. ഇപ്പം നിങ്ങൾ സപ്പോസ് 10th പ്രിലിംസ് ബാച്ചാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നോക്കാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ 247 ടെസ്റ്റ് സീരീസ് തന്നെ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് പർച്ചേസ് ചെയ്യാനുണ്ട്, ബൈ നൗ കൊടുക്കുക. ഇവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും, Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്തു. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെൻറ്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇനി പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ നിങ്ങൾ ചെല്ലുക. നമ്മുടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണം. 2ാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട്, 3ാമത് കേരളയുണ്ട്. ജസ്റ്റ് കേരളയിലേക്കൊന്ന് ടച്ച് ചെയ്താൽ മതി. നമ്മൾ പർച്ചേസ് ചെയ്ത പേരും ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ ചോദിക്കും. അതൊക്കെ കൊടുത്തിട്ട് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ നമ്മളെ പേര് ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ മൈ കോണ്ടന്റിലാണ് നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ പോയ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നാളെ മുതൽ ക്ലാസ്സുകൾ ലൈവായിട്ടും കിട്ടും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ദെൻ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ, എല്ലാവർക്കും അവസരങ്ങൾ ഒരുപോലെയാണ് കിട്ടുന്നത് അല്ലേ? അതെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ വെച്ചിട്ടാണ് നമ്മുടെ ലൈഫിലെ സക്സസ്സും അതുപോലെ ഫെയിലിയറും ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോൾ ഉള്ള അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നന്നായിട്ട് തന്നെ പഠിക്കുക, നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. നമുക്കാണ് ഫൈനൽ വിജയം, നമുക്കാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു ഓൾ. നമുക്ക് വീണ്ടും വേറൊരു സെഷനായിട്ട് കാണാം. ബൈ.